നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. ഒപ്പം സുരേഷ് ഗോപിയും തന്റെ മണ്ഡലത്തിലേക്ക് ഇന്നിപ്പോൾ കണ്ണൂരും കോഴിക്കോടുമുണ്ട്. ഒരുപക്ഷെ നാളെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോയേക്കാം. അല്പസമയത്തിനകം തന്നെ ഇ.കെ. നായരുടെ ഭാര്യയെ അദ്ദേഹം കാണുമെന്നുമാണ് കരുതുന്നത്. നമുക്ക് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച കഴിഞ്ഞു. അദ്ദേഹം പ്രതികരിക്കും. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. ആവേശമുയർത്തി രാഹുൽ വയനാട്ടിൽ. വോട്ടർമാർക്ക് നന്ദി. നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും വിമർശനം. ധാർഷ്ട്യത്തെ വിനയം കൊണ്ട് തോൽപ്പിച്ചു. വയനാട് ഉപേക്ഷിക്കുന്നതിൽ ധർമ്മസങ്കടത്തിലെന്നും രാഹുൽ. What I will commit to you is that both Wayanad and Amethi and Raebareli will be happy with my decision. നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും RSS. മോദി പ്രഭാവം ഏറ്റില്ലെന്ന് ഓർഗനൈസറിൽ ലേഖനം. താഴെത്തട്ടിലെ ജനങ്ങളെ കേട്ടില്ല. അയോധ്യ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് സംഘടിപ്പിച്ചതിലും വിമർശനം. ജമ്മു കാശ്മീരിൽ 3 ദിവസത്തിനിടെ മൂന്നാമത്തെ ഭീകരാക്രമണം. കത്തുവയിൽ 2 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. ധോഡയിൽ ദൈനിക പോസ്റ്റിന് നേരെ വെടിവെപ്പ്. റെയ്സി ആക്രമണത്തിലെ ഭീകരവാദികളുടെ ചിത്രം പുറത്തുവിട്ടു. RJD ഉയർത്തുന്നത് സമ്മർദ്ദതന്ത്രമോ? ഇടതുമുന്നണിയിൽ അവഗണനയെന്നും മുന്നണി വിടാൻ പാർട്ടിയിൽ സമ്മർദ്ദമെന്നും ശ്രേയാംസ് കുമാർ. CPIക്ക് മുന്നണിയിൽ അമിത പരിഗണനയെന്നും വിമർശനം. 2 വർഷത്തേക്ക് മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന ആവശ്യം. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയുടെ ആദ്യ കേരള സന്ദർശനം. കോഴിക്കോടും കണ്ണൂരും ക്ഷേത്ര ദർശനം. കല്യാശ്ശേരിയിലെ നായനാരുടെ വീട്ടിലെത്തി. ആന്ധ്രയെ ഇനി നായിഡു നയിക്കും. ചന്ദ്രബാബു നായിഡു സർക്കാർ അധികാരമേറ്റു. മോദി അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യം. ഒഡീഷയിൽ മോഹൻ ചരൺ മാജി സർക്കാർ ഇന്ന് ചുമതലയേൽക്കും. കൊച്ചിയിൽ വനിതാ ഡ്രൈവറെ ആക്രമിക്കാൻ ബന്ധുവിന്റെ കൊട്ടേഷൻ. ജയയെ ആക്രമിച്ച കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. സംഭവം ഇന്നലെ പള്ളത്താം കുളങ്ങരയിൽ. സഭാ തർക്കത്തിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാത്തത് കഴിവുകേടെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. രമ്യമായി പരിഹരിക്കാനാണ് ശ്രമമെന്ന് കോടതിയിൽ സർക്കാർ. ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ ആശുപത്രിയിൽ. വിടവാങ്ങിയത് രാജ്യത്തിന് വിലപ്പെട്ട താരങ്ങളെ സമ്മാനിച്ച ഐതിഹാസിക പരിശീലകൻ. T20 ലോകകപ്പിൽ 3ാം ജയം തേടി ഇന്ത്യ. രാത്രി 8 മണിക്ക് USA നേരിടും. ജയിക്കുന്ന ടീം സൂപ്പർ 8ലേക്ക്. വയനാട് നിലനിർത്തുമോ അതോ റായ്ബറേലി നിലനിർത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനം പറയാതെ രാഹുൽ ഗാന്ധി. ഏതു മണ്ഡലം വേണമെന്ന കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണെന്നും തീരുമാനം ഏതായാലും വോട്ടർമാർക്ക് സന്തോഷം നൽകുന്നതാകുമെന്നും എടവണ്ണയിലെ പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. My God is the poor people of India. My God is the people of Wayanad. So for me it's very easy. I just go talk to the people and my God tells me what to do. Anyway, back to the question of Wayanad or Raebareli. What I will commit to you is that both Wayanad and Amethi and Raebareli will be happy with my decision. Once again, thank you very much for your love and your affection, for your support and for all the energy that you gave me in this difficult period. വേദിയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച രാഹുൽ മോദിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. And the people of Kerala, the people of Uttar Pradesh, they showed the Prime Minister, people of all other states showed the Prime Minister that you cannot dictate to the people of India what we want. And the people of India also told them that the Constitution is our voice. Do not touch the Constitution. 21st century is a visual century. Images have become much more important. Before the election, you saw
BJP leaders saying we will tear up the constitution, we will throw the constitution away. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റയിലാണ് രാഹുലിന്റെ പൊതുസമ്മേളനം. CB അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. അനുമോദ്, ഏറ്റവും വലിയ ഒരു ജിജ്ഞാസ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നത് രാഹുൽ വയനാട് ഉപേക്ഷിക്കുമോ എന്ന കാര്യത്തിലാണ്. പക്ഷേ അദ്ദേഹം വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്. അവർ നൽകിയ ഊർജത്തിനുള്ള പകരം വെക്കാനായി ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും വയനാട് ഉപേക്ഷിക്കുമെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകുന്നില്ല. എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സാരാംശം? രഞ്ജിത്ത്, വയനാട് നിലനിർത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം സമാപിച്ചത്. വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുമ്പോഴും ഏത് മണ്ഡലത്തിലാണ് അദ്ദേഹം സ്ഥിരമായിട്ടുണ്ടാവുക എന്ന് ആർക്കും വ്യക്തമായിട്ടില്ല. ഇതിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നീണ്ടു. അതിൽ ഭൂരിഭാഗവും BJPയെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു, നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ ഭരണഘടനയെ വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ അവരുടെ നേതാവായ നരേന്ദ്രമോദി ഭരണഘടനയെ തൊട്ടുവണങ്ങിക്കൊണ്ട് പാർലമെന്റിൽ കയറുന്നത് നമ്മൾ കണ്ടതാണ്. ഭരണഘടനയാണ് വലുത്. അത് നരേന്ദ്രമോദിയെയും BJPയും UPയിലെയും കേരളത്തിലെയും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്ദേശമെന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തന്റെ ദൈവം, നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ പരമാത്മാവ് നയിക്കുന്നു എന്നാണ്. പക്ഷെ തന്റെ ദൈവം തന്റെ വോട്ടർമാരാണ്, ഈ രാജ്യത്തെ ജനങ്ങളാണ്. എൻ്റെ ഇപ്പോഴത്തെ വലിയ ധർമ്മസങ്കടം ഞാൻ ഏത് മണ്ഡലത്തിൽ വേണം എന്നുള്ളതാണ്. വയനാടോ റായ്ബറേലിയോ എന്നതാണ്. അതിൽ എൻ്റെ വോട്ടർമാരോട് ഞാനത് ചോദിക്കുകയാണ്, ഞാൻ എവിടെ വേണം എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഏത് തീരുമാനമെടുത്താലും എൻ്റെ വോട്ടർമാർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും യാത്ര പറച്ചിലാണ്. പക്ഷെ അതിൽ വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വരും, നിങ്ങളെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ തുടരേണ്ടി വരുന്നതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യകത, AICC അദ്ദേഹത്തിന് മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, ഇതൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ താല്പര്യം വയനാട്ടിൽ തുടരുക എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ പ്രതിസന്ധി സമയത്ത് കൂടെ നിർത്തിയവരാണ് വയനാട്ടുകാർ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൊക്കെ വയനാട്ടുകാരോടുള്ള സ്നേഹം ആവർത്തിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ വയനാട് തുടരണമെന്ന് വയനാട്ടുകാർ ആഗ്രഹിക്കുമ്പോഴും രാഷ്ട്രീയമായിട്ട് അത് സാധ്യമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഇനി കൽപ്പറ്റയിൽ എന്താകും പറയുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അദ്ദേഹം ഈ ഒരു സസ്പെൻസിന് കൽപ്പറ്റയിൽ അവസാനം കുറിക്കുമോ എന്നുള്ളതും കാത്തിരിക്കണം. കാരണം കൽപ്പറ്റയാണ് അദ്ദേഹത്തിന്റെ പ്രസരണങ്ങൾക്ക് എപ്പോഴും അദ്ദേഹം തുടക്കം കുറിച്ച ഒരു സ്ഥലം. അപ്പോൾ കൽപ്പറ്റയിൽ നടക്കാൻ പോകുന്ന സ്വീകരണ യോഗത്തിൽ അദ്ദേഹം ഇടവണ്ണയിൽ പറഞ്ഞത് തന്നെ ആവർത്തിക്കുമോ അതോ അതിനപ്പുറം എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത്. രഞ്ജിത്ത്, ഒപ്പം അനുമോദ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് ചൂണ്ടിക്കാട്ടാനുള്ളത് അത് ഈ യോഗത്തിലെ മുസ്ലിം ലീഗിൻ്റെ കൊടിയുമായി ബന്ധപ്പെട്ടായിരുന്നു. നമുക്കറിയാം, ഒരുപാട് വിമർശനങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ കേട്ടിരുന്നു ഉത്തരേന്ത്യയിലൊക്കെ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പ് രാഹുൽ വയനാട്ടിലെത്തിയപ്പോൾ ഈ കൊടികൾ കണ്ടിരുന്നില്ല നമ്മൾ. പക്ഷേ ഇപ്പോൾ വർദ്ധിച്ച ഊർജത്തോടെ ഒരു വിജയിയാണ് രാഹുലിൻ്റെ മടങ്ങിവരവ്. സ്വാഭാവികമായും അത് ഈ മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഇന്നത്തെ പരിപാടികൾ മറ്റൊരു തുടക്കത്തിൻ്റെ ലക്ഷണം കൂടിയല്ലേ? തീർച്ചയായും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് നമ്മൾ എടുത്തു കണ്ട ഒരു കാര്യം, മുൻപുണ്ടായിരുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ കൊടികൾ എവിടെയും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ റോഡ് ഷോകളിൽ ബലൂണുകളായിരുന്നു പകരം ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം, ആ പച്ച നിറത്തിലുള്ള കൊടികൾ, മുസ്ലിം ലീഗിന്റെ പതാകകൾ, അത് പാകിസ്ഥാൻ പതാകയെ ചിത്രീകരിച്ച് ഉത്തരേന്ത്യയിൽ നടത്തുന്ന പ്രചാരണമൊക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടി മുൻപ് നൽകിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ അത് ഇന്ന് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ആഘോഷമായിട്ടുള്ള ഈ സ്വീകരണ യോഗത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ അദ്ദേഹത്തെ എതിരേറ്റത് പച്ചക്കൊടികൾ വീശിയാണ്. MSFന്റെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എല്ലാം പ്രവർത്തകർ വലിയ ആവേശത്തോടെ പച്ചക്കൊടി വീശി അതിനിടയിലൂടെ രാഹുൽ ഗാന്ധി കടന്നു വരുന്നതിന്റെ ദൃശ്യം നമ്മൾ കണ്ടതാണ്. അതായത് ഇത് വലിയൊരു സന്ദേശമാണ്. രാഹുൽ പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കൃത്യമായ ഒരു രാഷ്ട്രീയ തീരുമാനം. അത് ഒരുപാട് വിമർശനം അതിനെതിരെ ഉയരുകയുണ്ടായി, പ്രതിയോഗികൾ രാഷ്ട്രീയ ആയുധമാക്കുകയുണ്ടായി. പക്ഷേ കോൺഗ്രസ് എടുത്തൊരു തീരുമാനം അത് രാഷ്ട്രീയമായിട്ട് ശരിയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇനി ഒരാശങ്കകളും വേണ്ട, ഇതിന് ഈ ഒരു രാഷ്ട്രീയ സന്ദേശം ഇനി ഈ ഒരു കൊടി വീശുന്നതിലൂടെ നൽകാൻ കഴിയും. ഇത് പച്ചപ്പതാക മുസ്ലിം ലീഗിന്റെ UDFന്റെ ഭാഗമായിട്ടുള്ള മുഖ്യ പാർട്ടിയുടേതാണെന്ന് തെളിയിക്കാൻ കഴിയുമെന്നുകൂടി ഉറക്കെ പറയുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്വീകരണ യോഗത്തിൽ പച്ച പതാക വീശിയുള്ള ആ പ്രകടനം, ആ പതാകക്കിടയിലൂടെയുള്ള രാഹുലിന്റെ കടന്നുവരവ്. ഇതൊക്കെ തന്നെ ഇനി ഉത്തരേന്ത്യയിൽ മറ്റൊരു വളച്ചു കെട്ടുന്ന അല്ലെങ്കിൽ മറ്റ് പ്രചരണങ്ങൾ വിലപ്പോകില്ല എന്നുകൂടി പറയാതെ പറയുന്നതായിരുന്നു ആ കാഴ്ച.
അതാണ് സാഹചര്യം. രാഹുൽ ഗാന്ധി ഏതായാലും വയനാട്ടിലുണ്ട്. രണ്ടാമത്തെ സമ്മേളനം ഉച്ച കഴിഞ്ഞിട്ടാണ് കൽപ്പറ്റയിൽ രണ്ടാമത്തെ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്നുള്ളതാണ്. വലിയ ആവേശമാണ് പ്രവർത്തകർക്ക്. കാരണം വലിയ ഒരു വിജയം ഇന്ത്യ ഒട്ടാകെ നേടിയ ശേഷം 10 വർഷത്തെ കാലാവധിക്ക് ശേഷം കോൺഗ്രസിൻ്റെ സീറ്റെണ്ണം 100 കടക്കുന്ന പശ്ചാത്തലം ഒരുങ്ങിയ ഒരു തെരഞ്ഞെടുപ്പാണ്. വർദ്ധിച്ച വീര്യത്തോടെ ഇന്ത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ നേരിട്ടു. അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. രാഹുൽ പ്രഭാവം ഇന്ത്യയിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളായി കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും ഇതിനെ വിലയിരുത്തുന്ന പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തൻ്റെ മണ്ഡലത്തിലെത്തി പ്രവർത്തകരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാടായിക്കാവിലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും ദർശനം നടത്തി. മുൻ മുഖ്യമന്ത്രി E.K. നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കല്യാശ്ശേരിയിലെ വീട്ടിലെത്തി അദ്ദേഹം കണ്ടു. മകനടക്കം ഇതിൽ അവിടെ സന്നിഹിതനായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദീർഘകാലമായി സുരേഷ് ഗോപിയുമായി ആത്മബന്ധമുള്ള ഒരു കുടുംബം കൂടിയാണ്. E.K. നായനാരുടെ കാലം മുതൽ തന്നെ അത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മന്ത്രിയായ ശേഷം കല്യാശ്ശേരിയിലെത്തി അദ്ദേഹം E.K. നായനാരുടെ ഭാര്യയെയും കുടുംബത്തെയും സന്ദർശിക്കുകയായിരുന്നു. രാവിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലും PV ഗംഗാധരന്റെ വീടും അദ്ദേഹം സന്ദർശിച്ചു. തൃശൂർ മേയർ വിവാദവും മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശം തുടങ്ങിയ വിഷയങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിച്ചു. എയിംസിന്റെ കാര്യത്തിൽ MK രാഘവൻ രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടെന്നും വിമർശിച്ചു. സാറ് തന്നെ ആദ്യം പറഞ്ഞത് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് താങ്കളുടെ അല്ല, അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഞാൻ എന്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ്. ആദ്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ് പോകുന്നത്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ചു കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ അങ്ങനല്ല, ഇലക്ഷൻ വേദികളിലും അങ്ങനല്ലായിരുന്നു. അതങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യമുള്ള താങ്കളെ പിന്തുണച്ചു എന്ന പേരിൽ അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ തൃശൂർ മേയറിൽ നിന്ന് CPM വിശദീകരണം തേടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിന്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ജനസ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം. എല്ലാവരും ചേർത്ത് നിർത്തും. അങ്ങനെയാണോ? എന്നെ അവർ ചേർത്ത് നിർത്തുന്നതാണ്. ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, സുരേഷ് ഗോപിയുടെ സന്ദർശനം പല സ്ഥലങ്ങളിൽ തുടരുകയാണ്. രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇനി എവിടെയൊക്കെയാണ് അദ്ദേഹം പോകാനുള്ളത്? ഇന്നത്തെ പരിപാടികൾ മറ്റെന്തൊക്കെയാണ്? ക്യാബിനറ്റ് റാങ്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും മുഴുവൻ സമയം മോദി തന്നെ
രഞ്ജിത്ത്, കണ്ണൂർ ജില്ലയിലെ മാടായി ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ സന്ദർശനം. അതിനുശേഷം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും ദർശനം നടത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഇ കെ നായനാരുടെ വീടായ ശാരദാസിലാണ്. ഇപ്പോൾ ഇ കെ നായനാരുടെ വിധവയായ ശാരദ ടീച്ചറുമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരദ ടീച്ചർ അല്പസമയം ഒരു 10 മിനിറ്റ് മുമ്പാണ് സുരേഷ് ഗോപി ഇവിടെ ശാരദാസിലെത്തിയത്, കല്യാശ്ശേരിയിലുള്ള വീട്ടിൽ. ഇപ്പം എന്തായാലും അതിനുശേഷം അവരുമായി സ്നേഹപ്രകടനങ്ങൾ, അതായത് അന്വേഷണങ്ങളെല്ലാം നടത്തിയ ശേഷം മധുര വിതരണം നടത്തി. സുരേഷ് ഗോപിക്ക് അവർ മധുരം നൽകി, സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ശാരദ ടീച്ചർക്ക് മധുരം നൽകി. അതിനു മുമ്പ് ശാരദ ടീച്ചർ മാധ്യമങ്ങളോട് സംസാരിച്ചു. അതായത് സുരേഷ് ഗോപി നല്ലൊരു പൊതുപ്രവർത്തകനാണ്, പാവങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ സഖാവ് നായനാരും പാവങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും നിന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ സഖാവിൻ്റെതായ ഒരു സഖാവിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അയാളുടെ മറ്റൊരു രാഷ്ട്രീയം, അതിലേക്ക് പോകുന്നില്ല എന്നവർ പറയുകയും ചെയ്തു. ഒപ്പം തന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് അവർക്ക് നല്ലത് മാത്രമാണ് പറയാനുള്ളത്. ഈ വീടുമായും അതുപോലെ തന്നെ ഈ കുടുംബവുമായും വലിയ ആത്മബന്ധം സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളതാണ്. എത്രയോ തവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്, അമ്മയെ ഭക്ഷണമായിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞാൽ വിളിക്കുന്ന ഒരാളാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരുപാട് പറയാൻ. പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രവും അല്ല പ്രധാനം എന്നുള്ള രീതിയിലുള്ള സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെയാണ് ശാരദ ടീച്ചർ സംസാരിച്ചത്. എന്നാലും ഇപ്പോഴും വീട്ടിന്റെ അകത്ത് തന്നെയാണ് സുരേഷ് ഗോപി ഉള്ളത്. മാധ്യമപ്രവർത്തകർ ഈ മധുര വിതരണം കഴിഞ്ഞതും മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും അവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇ കെ നായനാരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളും വീട്ടിലുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ പോകുന്നത് പയ്യാമ്പലത്തുള്ള സ്മൃതി മണ്ഡപത്തിലേക്കാണ്. അവിടെ മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമായിരിക്കും ഗസ്റ്റ് ഹൌസിലെത്തും. ഗസ്റ്റ് ഹൌസിലെത്തിയതിനു ശേഷം കൊട്ടിയൂരിലേക്ക് തിരിക്കും. കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്നുണ്ട്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ദർശനം നടത്തിയതിനു ശേഷം തളിപ്പറമ്പിലുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കായിരിക്കും പിന്നീട് പോവുക. 8 മണിയോടുകൂടി സുരേഷ് ഗോപിയുടെ സന്ദർശനം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. രഞ്ജിത്ത്, ഇന്ന് ഇപ്പോൾ ഈ പ്രധാന സ്ഥലങ്ങളിലൊക്കെ എത്തി. മറ്റ് ഉച്ചയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ കൂടി ബാക്കി വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി ഇപ്പോൾ എയിംസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കോഴിക്കോട് ഉയർന്നിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം കൃത്യമായി പറഞ്ഞില്ല. പക്ഷേ അപ്പോഴും എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് സമയം നൽകണമെന്നുള്ള രീതിയിലാണ്. ഈ ഇറങ്ങിയിട്ട് ശേഷം ഈ നായനാരുടെ വീട്ടിൽ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ക്ഷുഭിതനായി അദ്ദേഹം മറുപടി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ? BJP നേതാക്കളുടെയൊക്കെ സാന്നിധ്യം അദ്ദേഹത്തോടൊപ്പം ഉണ്ടോ? രാജ്യത്ത് BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ BJPയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ K രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. പാർട്ടി പ്രവർത്തകരാരും തന്നെ ഇല്ല. കാരണം ഒരു സ്വകാര്യ സന്ദർശനമാണ്, അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമാണ്. കൃത്യമായും ഒരു രാഷ്ട്രീയ സന്ദർശനമോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ സന്ദർശനമോ അല്ല എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ആ സന്ദർശനത്തിന്റെ ഭാഗമായി കണ്ണൂരിലെത്തിയപ്പോൾ കണ്ണൂരിൽ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് ഉൾപ്പെടെ അദ്ദേഹം പോകുന്ന സമയങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശാരദാസിലെത്തിയപ്പോൾ പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരാരും തന്നെയല്ല, സുരേഷ് ഗോപി തനിച്ച് തന്നെയാണ് ഇവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരോ ആണ് കൂടെയുള്ളത്. അത് ആരാണെന്ന് നമുക്കറിയില്ല. അല്ലാതെ വേറെ ആരും തന്നെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റാരും തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. എന്തായാലും സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കാരണം സുരേഷ് ഗോപി ഇവിടെ നിത്യസന്ദർശകനാണ്. ഈ കുടുംബവുമായി വലിയ ആത്മബന്ധമുള്ളതാണെന്ന് ഈ നാട്ടിലുള്ള കല്യാശ്ശേരിയിലുള്ള ആളുകൾക്കറിയാം. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും CPM പ്രവർത്തകർക്കും എല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നു. മകനുമായി അദ്ദേഹം സ്നേഹസംഭാഷണം നടത്തി. അതിനുശേഷം ആദ്യം ടീച്ചറുമായി സംസാരിച്ചു. അതിനുശേഷം വീടിന്റെ അകത്ത് പോയി മറ്റുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹം ഇപ്പോഴും ടീച്ചറുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പയ്യാമ്പലത്തുള്ള സ്മൃതി മണ്ഡപത്തിലെത്തുക. അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും കൊട്ടിയൂരിലേക്ക് തിരിച്ചു പോകുക. അതാണ് സാഹചര്യം. സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ളത് കല്യാശ്ശേരിയിൽ EK നായനാരുടെ വീട്ടിലാണ്. കുടുംബവുമായി സന്ദർശനം നടത്തുകയാണ്. കുടുംബത്തോടൊപ്പം അദ്ദേഹം ഒരുപക്ഷെ ആഹാരവും ഭക്ഷണവും കഴിച്ച ശേഷമായിരിക്കും പിരിയുക എന്നാണ് മനസ്സിലാകുന്നത്.
ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി RSS മുഖപത്രത്തിൽ ലേഖനം. തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം ഏറ്റില്ല. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി RSSനെ സമീപിച്ചില്ല. അമിത ആത്മവിശ്വാസം വിനയായെന്നും പുതിയ പതിപ്പിൽ രത്തൻ ശാരദ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. TG സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, ഗൗരവതരമായ വിമർശനമാണ്. നേരത്തെ മോഹൻ ഭാഗവതിന്റെ വിമർശനം നമ്മൾ കണ്ടതാണ്. RSSന്റെ സർവ്വസംഘചാലക് ഇപ്പോൾ അയോധ്യ അടക്കം ചൂണ്ടിക്കാട്ടിയാണ്, അയോധ്യയിലെ പാളിച്ചിലടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഓർഗനൈസർ മുന്നോട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ RSSന്റെ സർവ്വസംഘചാലക് പറഞ്ഞതിന്, മോഹൻ ഭഗവത് പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ് ഈ ഓർഗനൈസിന്റെ ലേഖനത്തിൽ രൂക്ഷമായ വിമർശനമുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് BJPക്കുണ്ടായ സംഘടനാ പിഴവുകൾ ഈ ഓർഗനൈസർ ചൂണ്ടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് RSSന്റെ പിന്തുണ BJP തേടിയില്ല. ഇത്തവണ RSSന്റെ പിന്തുണയില്ലാതെയും വിജയിച്ചു കയറാമെന്നൊരു താല്പര്യം കൊണ്ടാവാം അത്. ഒപ്പം തന്നെ മോദി പ്രഭാവം തെരഞ്ഞെടുപ്പിലേറ്റില്ല. മോദി എന്നൊരു വ്യക്തിയെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന കാര്യം ഈ ഓർഗനൈസറിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇതടക്കം ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാനമായും രാഷ്ട്രീയ സാധ്യതയായി ഉയർത്തിക്കാട്ടിയ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങടക്കം അതിൻ്റെ സംഘാടനത്തിലടക്കം വലിയ പിഴവുണ്ടായെന്ന കാര്യം ചൂണ്ടിപ്പറയുന്നു. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. അവരുടെ വികാരം മാനിക്കാൻ നേതൃത്വം തയ്യാറാവുന്നില്ല. താഴേക്ക് തലത്തിലുള്ള ത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ നേതൃത്വം തയ്യാറാവുന്നില്ല തുടങ്ങിയ വലിയ ആരോപണങ്ങൾ ഓർഗനൈസറുടെ ലേഖനത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത് വലിയ രാഷ്ട്രീയപരമായി BJP രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ടാവുകയും തുടർ ചർച്ചകൾ കിടവെക്കുന്നതുമായൊരു ലേഖനമാണിത്. കാരണം BJP RSS ബന്ധമാണ് ഈ തരത്തിൽ ഒരു BJP സർക്കാർ, നരേന്ദ്രമോദി എന്ന ഐക്കൺ പോലും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ BJPയുടെ പിന്തുണ അതിപ്രാധാന്യമായിരുന്നു. ആ അകൽച്ച ഉണ്ടാകുന്നു എന്നാണ് പശ്ചാത്തലം. പക്ഷേ ഇത്തരത്തിൽ RSS നേതൃത്വത്തിലുള്ള അതൃപ്തി തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേതാക്കളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി RSSന്റെ അഭിപ്രായം തേടലടക്കമുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. TG സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചന്ദ്രബാബു നായിഡു വിജയവാഡയിലെ ഗന്നവാരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ഗവർണർ S. അബ്ദുൾ നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപമുഖ്യമന്ത്രിയായി ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ സത്യപ്രതിജ്ഞ ചെയ്തു. ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷ് ഉൾപ്പെടെ 24 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. BJP നേതാവ് മോഹൻ ചരൺ മാജി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി ഇന്ന് ചുമതലയേൽക്കും. ഭുവനേശ്വറിൽ ജൻതൻ മൈതാനിലാണ് സത്യപ്രതിജ്ഞ. ഭുവനേശ്വറിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗമാണ് മോഹൻ മാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാജി. ജമ്മു കാശ്മീരിൽ 3 ദിവസത്തിനിടെ മൂന്നാമത്തെ ഭീകരാക്രമണം. കൊത്വയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു CRPF ജവാൻ വീരമൃത്യു വരിച്ചു. ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. ഡോഡയിൽ സൈനിക പോസ്റ്റിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 6 സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റു. റിയാസിൽ ബസ്സിന് നേരെ ആക്രമണം നടത്തിയ ഭീകരന്റെ രേഖാചിത്രം പുറത്തുവിട്ടു. രാകേഷ് ചേരുന്നു. രാകേഷ്, ഇതിപ്പോൾ 3ാം തവണയാണ് 72 മണിക്കൂറിനുള്ളിൽ. കശ്മീരിൽ സാഹചര്യങ്ങൾ ഗൗരവതരമാവുകയാണോ? രഞ്ജിത്ത്, കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ ഉള്ളത്. കാരണം ഇന്നലെ ഡോഡയിലും ഒപ്പം തന്നെ കത്വയിലുമാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇതിൽ കത്വയിൽ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് 6 സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റത്. ഇവിടെ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. കത്വയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു CRPF ജവാന് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. അതായത് കബീർ ദാസ്, 121 ബറ്റാലിയൻ CRPF 121 ബറ്റാലിയനിലെ കബീർ ദാസാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇന്നലെ ഹിരാനഗർ, അതായത് ഇന്റർനാഷണൽ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. അവിടെയുള്ള ഗ്രാമത്തിലാണ് ഭീകരരെത്തിയത്. ആദ്യം ഗ്രാമീണരോട് വാഹനം ചോദിച്ചു. അതിനുശേഷം ചില വീടുകൾ കയറി വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഗ്രാമീണർ ബഹളമുണ്ടാക്കിയതുകൂടി ഇവർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ സേന വിവരം അറിയുകയും തുടർന്ന് സുരക്ഷാ സേന സ്ഥലത്തെത്തുകയും ഏറ്റുമുട്ടൽ നടക്കുകയും ചെയ്തു. ഇതിൽ ഒരു ഭീകരനെ വധിച്ചു. ഈ ഏറ്റുമുട്ടലിലാണ് കബീർദാസിന് പരിക്കേറ്റിരുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ രണ്ടിടത്തും കൂടുതൽ ഭീകരരുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും സുരക്ഷാ സേനയുള്ളത്. ഇവിടെ തെരച്ചിൽ തുടരുകയാണ്. കാരണം ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്,
ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് 70 മുതൽ 80 വരെ ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നൊരു വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ജമ്മു കശ്മീർ പോലീസും സുരക്ഷാ സേനയും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഭീകരർ ഈ പ്രദേശത്ത് തമ്പടിച്ചെന്ന നിഗമനത്തിൽ തന്നെയാണ് സേനയുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും തെരച്ചിൽ തുടരുന്നത്. റിയാസിയിലാണ് ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം നടന്നത്. അന്ന് ഡ്രൈവർക്ക് വെടിയേൽക്കുകയും തുടർന്ന് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് 10 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഏതായാലും ആ സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. രേഖാചിത്രം ഇപ്പോൾ പുറത്തുവിടുകയും വിവരം കൈമാറുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സുരക്ഷാ സേന. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഈ മാസം 24-ന് തുടക്കമാകും. ജൂലൈ 3-ാം തീയതി വരെയാണ് സമ്മേളനം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. സ്പീക്കർ സ്ഥാനം വേണമെന്ന നിലപാടിലാണ് NDA സഖ്യകക്ഷികളായ TDPയും JDUവും. 27-ാം തീയതി മുതൽ ജൂലൈ 3-ാം തീയതി വരെയാണ് രാജ്യസഭാ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതിന് പിന്നാലെ CPMനെയും LDF നേതൃത്വത്തെയും വിമർശിച്ച് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. സീറ്റിന്റെ കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ച ഉണ്ടായിട്ടില്ലെന്നും സീറ്റ് നൽകാനുള്ള മാന്യത CPM കാട്ടിയില്ലെന്നും ശ്രേയാംസ് തുറന്നടിച്ചു. LDFിലേക്ക് വലിഞ്ഞുകയറി വന്നതല്ലെന്നും ക്ഷണിച്ചിട്ടാണ് പോയതെന്നും വിശദീകരിച്ച ശ്രേയാംസ് UDFിൽ പരിഗണന ലഭിച്ചിരുന്നതായും പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ വമ്പൻ തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റ് നിർണയത്തിൽ യാതൊരുവിധ പരിഗണനകളും ഇടതുമുന്നണി നൽകാത്ത സാഹചര്യത്തിലാണ് CPMനും മുന്നണിക്കെതിരെ RJD രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ UDFിൽ നിന്നും സ്വതന്ത്രമായി നിന്ന ശേഷം ഇടതുമുന്നണിയിലേക്ക് എത്തിയപ്പോൾ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഒപ്പം ഈ സർക്കാർ പ്രവർത്തനം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ 2 വർഷത്തിന് ശേഷം ഒരു മന്ത്രിസ്ഥാനം പാർട്ടിക്ക് നൽകാമെന്ന ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ 2 ഉറപ്പുകളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് RJD അധ്യക്ഷൻ ശ്രേയാംസ് കുമാർ കുറ്റപ്പെടുത്തുന്നത്. നേരത്തെ തങ്ങൾക്ക് രാജ്യസഭാ സീറ്റുമായാണ് മുന്നണിയിലേക്ക് എത്തിയത്. പിന്നീട് അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് CPIക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം പിന്നീട് സമയങ്ങൾ മാറി വരുമ്പോഴും നിലവിൽ രാജ്യസഭാ സീറ്റ് ഒഴിവുവരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ പരിഗണിച്ച് CPM തങ്ങളുടെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നു. പക്ഷേ CPI ആ മാന്യത കാട്ടിയിട്ടില്ല. ആ സീറ്റ് തങ്ങൾക്ക് തരുന്നതിനുള്ള യാതൊരു നടപടികളും ചെയ്യുന്നില്ല എന്നും ശ്രേയാംസ് കുമാർ കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടമാണ് ഈ RJD പ്രവർത്തകരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയത്. പക്ഷേ അതിന്റെ യാതൊരു പരിഗണനയും മുന്നണിക്കുള്ളിൽ പാർട്ടിക്ക് നൽകുന്നില്ല. തങ്ങൾ വലിഞ്ഞു കയറി മുന്നണിയിലേക്ക് വന്നവരല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും കേന്ദ്രത്തിലും കേരളത്തിലും ഭരണത്തിൽ പങ്കാളിത്തമുള്ള, അതായത് NDAയോടൊപ്പവും CPMനോടൊപ്പവും അല്ലെങ്കിൽ LDFിനോടൊപ്പവും നിൽക്കുന്ന ജനതാദൾ എസിന് പോലും മന്ത്രിസ്ഥാനം നൽകുമ്പോൾ തങ്ങൾക്ക് എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം നൽകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്തായാലും അടുത്ത 2 വർഷത്തെ കാലയളവാണ് ഇനി സർക്കാരിന് ബാക്കിയുള്ളത്. ആ കാലഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നിർബന്ധമായും RJDക്ക് നൽകണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. പ്രവർത്തകരിൽ നിന്നും വലിയ എതിർപ്പും പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. പാർട്ടി സ്വതന്ത്രമായി നിൽക്കണമെന്നും UDFിൽ ചേരണമെന്ന് പോലും അഭിപ്രായമുള്ളവർ പാർട്ടിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് തങ്ങളുടേത്. അതിന് ഇടതുപക്ഷ സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ മുന്നണി മാറ്റമോ UDFിൽ ചേരുന്നതോ ഒന്നും പാർട്ടി ആലോചിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എല്ലാ മുന്നണിയിൽ നിന്നും തങ്ങൾക്ക് ക്ഷണമുണ്ട്. UDFിൽ നിന്നടക്കം എല്ലാ മുന്നണികൾക്കും സ്വീകാര്യമായ ഒരു പാർട്ടിയാണ് തങ്ങളുടേതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും 2-3 കാര്യങ്ങളിൽ അടിയന്തരമായൊരു തീരുമാനം LDFിൽ നിന്നും ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അടിയന്തരമായി മന്ത്രിസ്ഥാനം പാർട്ടിക്ക് നൽകണമെന്ന ആവശ്യമാണ്. മറ്റൊന്ന്, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ അർഹമായ പ്രാതിനിധ്യം പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ബോർഡ് കോർപ്പറേഷനിലും ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളിലും പാർട്ടിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാതിനിധ്യം ഉടൻ ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ഒരു മണ്ഡലം കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം പോലും നിലവിൽ RJDക്ക് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യം തീരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രാദേശിക തലത്തിലടക്കം അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം പാർട്ടിക്ക് നൽകണം. പാർട്ടി മുന്നണി സംവിധാനത്തിലും പാർട്ടിക്ക് നൽകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഉഭയകക്ഷി ചർച്ച നടത്താത്തതിൽ വലിയ വിമർശനം പാർട്ടിയുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുന്നണിക്കുള്ളിൽ പലപ്പോഴും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടും യാതൊരു പരിഗണനയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് പരസ്യമായി പുറത്തേക്ക് പറയാൻ തങ്ങൾ തയ്യാറാവുന്നത് എന്നും നിർബന്ധമായും തങ്ങളുടെ ആവശ്യങ്ങൾ LDF നേതൃത്വം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറയുന്നു. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് ഈ രാഷ്ട്രീയ വിദഗ്ധർ ഈ നീക്കത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ നിന്ന് ആവശ്യങ്ങൾ പറഞ്ഞിട്ടും തീരുമാനം ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പുറത്തു പറയുന്നു. ഇനി ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ പറ്റിയുള്ള
സൂചനകൾ പോലും നൽകുകയും ചെയ്യുന്നു. പിന്നീട് ന്യായമായും UDF-ലേക്ക് അടക്കമുള്ള ഒരു വീണ്ടും മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു സൂചനയാണ്, അതിനുള്ളൊരു മുന്നറിയിപ്പാണ് CPM-നും LDF-നും ജനതാദൾ രാഷ്ട്രീയ ജനതാദൾ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF-ൽ പരിഗണന കിട്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. LDF-ലും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പ്രവർത്തകർ നിരാശരാണ്, തികച്ചും നിരാശരാണ്. അവർ ചോദിക്കുന്നത് എന്തിനാണ് നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോരെ, എന്തിനാണ് നമ്മൾ ഈ അപമാനമെല്ലാം സഹിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന ചോദ്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വല്ലാതെ ഉണ്ട്. അങ്ങനെ രാഷ്ട്രീയ മാറ്റമൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. ഞങ്ങൾ LDF-ൽ തന്നെ ഉറച്ചു നിന്നു. കാരണം കുറച്ചു കാലത്ത് ഞങ്ങൾ UDF-ൽ പോയതിനും നമ്മൾ ബേസിക്കലി അങ്ങനെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള പാർട്ടിയാണ്. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഒരു മുന്നണി മാറ്റ ചർച്ച പല പാർട്ടിക്കാരും പറയും, കാരണം അവരുടെ നിരാശ കൊണ്ട് അവർ എന്തിനാ അതിൽ നിൽക്കുന്നതെന്ന് പറയും. പക്ഷേ അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ അവർ സജ്ജമാക്കുകയാണ് ചെയ്തത്. ആ തരത്തിലുള്ള ആലോചന ഞങ്ങൾ നടത്തുന്നില്ല. പക്ഷേ ഒരു തോൽവി വന്ന സമയത്ത് മുന്നണി അങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. തോൽവി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും 25 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കണം. ഒരു തോൽവിയുടെ പശ്ചാത്തലത്തിലൊന്നും അങ്ങനെ ആ രീതിയിൽ പറയുന്നത് രാഷ്ട്രീയ മാന്യതയല്ല. രാജ്യസഭയിലേക്കുള്ള ഇടതു സ്ഥാനാർത്ഥികളായ PP സുനീറും ജോസ് കെ മാണിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭയിൽ വരണാധികാരിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. UDF സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ ഇന്നലെ പത്രിക നൽകിയിരുന്നു. 3 സീറ്റുകളിലേക്ക് 3 സ്ഥാനാർത്ഥികൾ മാത്രമുള്ളതിനാൽ പത്രിക സമർപ്പിച്ച 3 പേരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. എറണാകുളം പള്ളത്താം കുളങ്ങരയിൽ വനിതാ ഓട്ടോ ഡ്രൈവർ ജയയെ ആക്രമിച്ച കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. ജയയുടെ ബന്ധുവായ പ്രിയ, ഭർത്താവ് സജീഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പലതവണ ജയയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. നവമി, ഇതിൽ ദുരൂഹമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഒരു വേർഷൻ? രഞ്ജിത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഈ സംഭവം ഗൌരവമുള്ളതാണെന്നും തൊഴിലിടങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി അല്പസമയത്തിനു മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് ഞാറയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഒന്ന് പ്രിയ, മറ്റൊന്ന് പ്രിയയുടെ ഭർത്താവ് സജീഷ്. ഇവർ 2 പേരും മർദ്ദനമേറ്റ ജയയുടെ ബന്ധുക്കളാണ്. ഇവർ പറയുന്നത്, ഈ പോലീസ് വ്യക്തമാക്കുന്നത്, ഈ ജയയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് പ്രിയയും ഭർത്താവും താമസിക്കുന്നത്. ജയ ഓട്ടോ ഓടിച്ചാണ് ജീവിതം പുലർത്തുന്നത്. ഒരമ്മ മാത്രമുണ്ട്, അവിവാഹിതയാണ്. അമ്മ കിടപ്പ് രോഗിയാണ്. അങ്ങനെ വീട്ടിലെ ചിലവുകളെല്ലാം നോക്കുന്നത് ജയ തന്നെയാണ്. ജയയുടെ വീട്ടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് പ്രിയയും ഭർത്താവ് സജീഷും താമസിക്കുന്നത്. പ്രിയയുടെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന 2 കുട്ടികൾ, ഇവരെ സജീഷ് നിരന്തരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മർദ്ദിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ജയയുടെ വീട്ടിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. ജയ അവരെ സംരക്ഷിക്കുകയും ചെയ്യും. പിന്നീട് പലപ്പോഴും സജീഷിനോട് ഇതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ആ സമയത്തൊക്കെ സജീഷ് ഇതുപോലെ ഭീഷണി മുഴക്കിയിരുന്നു, കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രിയയുടെ ആദ്യ ഭർത്താവ് വാഹന അപകടത്തിലാണ് മരിച്ചത്. ഇതിന്റെ ഇൻഷുറൻസ് തുകയുമായി ബന്ധപ്പെട്ട് സജീഷ് എപ്പോഴും വഴക്കിടുമായിരുന്നു. അതിലും ജയ ഇടപെടുകയും സജീഷിനെ പലതവണ വിലക്കുകയും ചെയ്തിരുന്നു. അനാവശ്യമായി തങ്ങളുടെ കുടുംബത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇവർ തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിനു പിന്നാലെയാണ് കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തി. മറ്റൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഈ മെനിഞ്ഞാന്ന്, അതായത് 11-ാം തീയതിയാണ് വൈകുന്നേരം 6 മണിയോടുകൂടി ഈ സംഭവം ഉണ്ടായത്. ഇതിനു മുൻപ് തന്നെ ഈ കൊട്ടേഷൻ സംഘം, അതായത് സജീഷിന്റെ സുഹൃത്തുക്കളാണ് ഈ 3 പേരും. ഈ കൊട്ടേഷൻ സംഘത്തിലുള്ളവരാണ് ഇവർ. ഇതിനു മുൻപും ജയയെ ആക്രമിക്കാനായി പദ്ധതിയിട്ടിരുന്നു. പക്ഷെ അന്ന് ജയയ്ക്ക് വേറെ പലയിടങ്ങളിലേക്കുമാണ് ഓട്ടം പോയിരുന്നത്. അതുകൊണ്ട് ഇവരുടെ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി ജയയെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി
ഇത്തരത്തിൽ ഓട്ടോ വിളിക്കുകയും അതിനുശേഷം രാത്രിയാവാൻ ഇവർ കാത്തുനിന്നതിനെ തുടർന്നാണ് ആദ്യം കളമശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പിന്നീട് അവിടുന്ന് ചെറായിലേക്കും പോകണമെന്നൊക്കെ പറഞ്ഞത് ഇത്രയും നേരം വൈകിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആളുകളില്ലാത്ത ഒരു ഒഴിഞ്ഞ ഇടത്ത് കൊണ്ടുപോയി ജയയെ ക്രൂരമായി ആക്രമിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ജയയെ മർദ്ദിച്ച 3 പേർക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. അവരൊരു കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവരെ ഉടൻ പിടികൂടുമെന്നാണ് ഞാറയ്ക്കൽ പോലീസ് വ്യക്തമാക്കുന്നത്. പി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷ ഈ ജയയെ ആശുപത്രിയിലെത്തി കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായി പരിക്കേറ്റ് അതീവ ചികിത്സയിൽ ആണ് ജയ ഇപ്പോൾ ഉള്ളത്. നട്ടെല്ലിനും വാരിയെല്ലിനും അടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രഞ്ജിത്ത്. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ മുരളീധരനായി തിരുവനന്തപുരത്ത് പോസ്റ്റർ. KPCC DCC ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ നയിക്കാൻ നായകനായി ഉണ്ടാകണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. VV വിനോദ് ചേരുന്നു. വിനോദ്, മുരളീധരനായി കൂടുതൽ ആളുകൾ, വട്ടിയൂർക്കാവിലൊക്കെ MLA ആയിരുന്ന ആൾ കൂടിയാണ് മുരളീധരൻ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് പ്രിയങ്കരനുമാണ്. എന്താണ് ഇപ്പോൾ ഈ പോസ്റ്ററുകളിലുള്ളത്? നയിക്കാൻ നായകൻ വരട്ടെ എന്ന പേരിലാണ് പോസ്റ്ററുകൾ തിരുവനന്തപുരത്ത് DCC ഓഫീസിന്റെ മതിൽക്കെട്ടിന് പുറത്തും അതോടൊപ്പം തന്നെ KPCC ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലത്തെ വിവിധ പ്രദേശങ്ങളിലുമാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ്: തിരഞ്ഞെടുപ്പെന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ എന്നും അജയ്യനാണ്. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ്ങ് ഉണ്ടാകണം. എന്നും എപ്പോഴും ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം. കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെയോ ആ തരത്തിലുള്ള ഒരു കാര്യമല്ല പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്കാണ്. തൃശൂരിൽ മുരളീധരൻ പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും സീനിയറായ, ക്രൗഡ് പുള്ളറായ, പലപ്പോഴും പാർട്ടി BJPയെ ചെറുക്കാൻ വേണ്ടി പല മണ്ഡലങ്ങളിലായി നിയോഗിച്ചിട്ടുള്ള മുരളീധരനെ ഈ ഒരു തോൽവിയുടെ പേരിൽ മാറ്റി നിർത്തരുത്. അദ്ദേഹത്തിന് പാർട്ടിയിൽ അർഹമായ പരിഗണന നൽകണം എന്ന ആവശ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മുരളീധരനെ കൊണ്ടുവരണമെന്നതാണ് പാർട്ടിയിൽ വലിയൊരു വിഭാഗം പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായി തന്നെ ഈ പോസ്റ്ററുകളെ കാണാം. ഇന്ന് മുരളീധരൻ ഡൽഹിയിലെത്തുന്നുണ്ട്, ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം തൃശൂരിലെ തോൽവിയിൽ നിരാശനാണ്. പാർട്ടിയിൽ നിന്ന് വേണ്ട വിധം പിന്തുണ ലഭിച്ചില്ല, തനിക്ക് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളാരും പ്രചരണത്തിനെത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മുരളീധരൻ പരാതിയായി പറഞ്ഞിരുന്നു. തൃശൂർ DCCയിലാകട്ടെ കൂട്ടയടി നടക്കുകയും അവിടെ DCC പ്രസിഡന്റിൽ നിന്നടക്കം രാജി എഴുതി വാങ്ങേണ്ടി വരികയും ചെയ്ത സാഹചര്യമുണ്ട്. വലിയ വിജയം സംസ്ഥാനത്ത് UDF നേടുമ്പോൾ നിലവിൽ KPCC പ്രസിഡന്റായ K സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ ഫലമായി കൂടി ഈ വിജയത്തെ കാണുന്നു. അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാകുമോ എന്ന ചോദ്യം, ഹൈക്കമാൻഡ് കെ മുരളീധരനെ KPCC പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുമോ എന്ന മറ്റൊരു ചോദ്യം, VD സതീശൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, ഇതെല്ലാം തന്നെ നിർണായകമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രാരംഭ ചർച്ച പോലും ആയിട്ടില്ല. പക്ഷേ മുരളീധരന് അർഹമായ ഇടം എന്ന് പറയുന്നു. തൽക്കാലം ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് മുരളീധരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ഷാഫി പറമ്പിൽ MP ആയ സാഹചര്യത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ BJP വലിയ സാന്നിധ്യമായ ഒരു സ്ഥലമാണ് പാലക്കാട്. നേമത്തെ തോൽവി, അതിനുശേഷം തൃശൂരിൽ ഇനി ഒരു തോൽവിയിലേക്ക് കൂടി ഒരുപക്ഷെ വലിയ പോരാട്ടം നടന്നാലും വിജയസാധ്യത എത്രമാത്രം പാലക്കാട് ഉണ്ട് എന്നതിൽ സംശയമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് K മുരളീധരനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ട്. വയനാട്ടിൽ ആ തരത്തിൽ രാഹുൽ ഗാന്ധി ഒഴിയും എന്നത് വ്യക്തമാണ്. റായ്ബറേലിയിൽ ജയിച്ച സാഹചര്യത്തിലാണ് ഒരു മണ്ഡലം അദ്ദേഹം ഒഴിയുന്നത്. അവിടേക്ക് മുരളീധരനെ പരിഗണിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നു. പക്ഷേ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അടുപ്പക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും മുരളീധരന് അർഹമായ ഒരു പരിഗണന നൽകണമെന്ന പൊതുവികാരമുണ്ട്. അത് KPCC പ്രസിഡന്റ് സ്ഥാനം നൽകിക്കൊണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ണൂരിലെ LDF പരാജയം പരാമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബോംബ് നിർമ്മാതാക്കളെ തള്ളിക്കളഞ്ഞ കണ്ണൂരുകാരെ അഭിനന്ദിക്കുന്നുവെന്നും ഗവർണർ പറഞ്ഞു. That I would like to congratulate the people of Kannur especially because they have rejected this glorification of bomb makers. They have said no to the culture of violence which
these ministers saying after my car was attacked, they say they should be given a warm handshake. So you are promoting violence and you want me to accept their invitation? No way. നാലാം ലോക കേരള സഭയ്ക്ക് നാളെ തുടക്കം. 103 രാജ്യങ്ങളിൽ നിന്നും 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി കേരളീയ പ്രതിനിധികൾ പങ്കെടുക്കും. 200ഓളം പ്രത്യേക ക്ഷണിതാക്കളും ഇത്തവണ സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യാനുള്ള സർക്കാരിന്റെ ക്ഷണം ഗവർണർ നിരസിച്ചിരുന്നു. പ്രതിപക്ഷം ബഹിഷ്കരണം തുടരും. നാളെ വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് നാലാം ലോക കേരള സഭയ്ക്ക് തുടക്കമാകുന്നത്. നിയമസഭ തന്നെയാണ് ഇത്തവണയും ഈ ലോക കേരള സഭയുടെ പ്രധാന വേദി. എമിഗ്രേഷൻ കരട് ബിൽ 2021, വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ, സുസ്ഥിര പുനരധിവാസം, നൂതനാശയങ്ങൾ, കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും, നവതൊഴിൽ അവസരങ്ങൾ, നൈപുണ്യ വികസനം, കേരള വികസനം, നവമാതൃകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളാണ് ഈ ലോക കേരള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രധാനപ്പെട്ട സെഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും ചർച്ച ചെയ്യുക. പ്രതിപക്ഷം പതിവ് പോലെ ഇത്തവണയും ലോക കേരള സഭ ബഹിഷ്കരിക്കുക. നേരത്തെയൊക്കെ ധൂർത്താരോപിച്ചാണ് പ്രതിപക്ഷം ഈ ചടങ്ങ് ലോക കേരള സഭ തന്നെ ബഹിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷവുമായി ബന്ധമുള്ള ആഭിമുഖ്യമുള്ള പ്രവാസി സംഘടനകൾക്ക് ഇത്തവണ ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ അവർ അനുമതി നൽകിയിട്ടുണ്ട്. കാരണം പല വിമർശനങ്ങൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവാസി സംഘടനകൾ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ പങ്കെടുക്കാൻ പ്രതിപക്ഷം അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷം പൂർണ്ണമായും ഈ സെഷനുകൾ ബഹിഷ്കരിക്കും. പ്രതിപക്ഷ MLA-മാരെയും പല സെഷനുകളിലും സംസാരിക്കാൻ പ്രസംഗകരായും മറ്റും ക്ഷണിച്ചിട്ടുണ്ട്. അവർ പങ്കെടുക്കാനും സാധ്യതയില്ല. ഗവർണറുടെ ബഹിഷ്കരണവും പ്രതിഷേധവുമാണ് ഈ സെഷനെ ഇതിനകം വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊടുത്തിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിക്കാൻ ചെന്ന ചീഫ് സെക്രട്ടറിയോട് സർക്കാരിനെതിരെ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ നിരന്തരം സർക്കാർ അവഗണിക്കുന്നു, തനിക്കെതിരെ സമരം ചെയ്ത തന്നെ അവഹേളിച്ച SFIക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന തുടങ്ങിയ കുറ്റങ്ങൾ എന്നീ പറഞ്ഞുകൊണ്ട് ഗവർണർ ലോക കേരള സഭ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ ബാനറുകളിലും ഫ്ലക്സുകളിലും ഒക്കെ ഗവർണറുടെ പേര് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പങ്കെടുക്കില്ല. പകരം മുഖ്യമന്ത്രി പിണറായി വിജയനാകും ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യുക. തന്റെ അതൃപ്തി, സർക്കാരിന്റെ എതിർപ്പ് ഇന്നും ഗവർണർ തുറന്നു പറയുകയും ചെയ്തു. Why you want me to repeat it again and again? Since how long the preparations are on? I'm asking you. For long? And I was informed day before yesterday. 3 days notice. And what, please be careful with what I said. Today I read in the newspaper that I am not going to attend because they have attacked me. I am not important. This government has tried to undermine the constitutional institutions. വലിയ ചെലവാണ്, ദുർവ്യയമാണ് ലോക കേരള സഭയ്ക്കായി കഴിഞ്ഞ 3 തവണയും ഉണ്ടായത്. അന്ന് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടില്ല. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങി പാഴ്വാക്കായി എന്ന വിമർശനം പ്രതിപക്ഷം ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ ലോക കേരള സഭയുടെ ചെലവിന്റെ കണക്കുകൾ മറ്റും പുറത്തുവിടാൻ നേരത്തെയും സർക്കാരോ അല്ലെങ്കിൽ നോർക്കയോ ഒന്നും തയ്യാറായിട്ടുമില്ല. ഏതായാലും ലോക കേരള സഭ എന്ന ആശയവുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോവുകയാണ്. 4ാം എഡിഷനാണ് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകുന്നത്. മറ്റു ചില വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച തുടരുന്നു. ബാർ ഉടമകൾ, ഡിസ്റ്റിലറി ഉടമകൾ എന്നിവരുമായാണ് ചർച്ച. നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായുള്ള പ്രാഥമിക ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിന് സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ നടപടിയെടുത്തില്ല. ഇത് സർക്കാരിന്റെ കഴിവുകേടാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. എന്നാൽ സഭാ തർക്കം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ പേരിൽ വ്യാജ സർക്കുലർ. ഏകീകരണ കുർബാന അർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന പേരിലാണ് സർക്കുലർ. എല്ലാ പള്ളികളിലും മദ്ബഹാവിരി ഉപയോഗിക്കണമെന്നാണ് വ്യാജ സർക്കുലർ പറയുന്നത്. വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് സർക്കുലർ എന്ന് സഭാ അനുകൂല വിഭാഗം അറിയിച്ചു. സഭാ നേതൃത്വത്തിന്റെ നടപടിക്ക് പിന്നിൽ ചങ്ങനാശ്ശേരി വിഭാഗം എന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ട്. സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വ്യാജ ഒപ്പും മേജർ ആർച്ച് ബിഷപ്പിന്റേത് എന്ന പേരിലുള്ള സർക്കുലറിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, സഭാ തർക്കം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. അവിടെയാണ് ഇത്തരം ചില സംഗതികൾ കൂടി സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഏകീകരണ കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കുമായി
സർക്കുലർ പുറപ്പെടുവിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ തങ്ങൾ ഈ സഭാ നേതൃത്വത്തെ അംഗീകരിക്കില്ല, ഏകീകരണ കുർബാന നടപ്പാക്കാൻ തയ്യാറല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. അതായത് ഈ സീറോ മലബാർ സഭയില് നിലവിൽ നടപ്പാക്കിയിരിക്കുന്ന നിർദ്ദേശിച്ചിരിക്കുന്ന ഏകീകരണ കുർബാനയോട് തങ്ങൾ സഹകരിക്കില്ല, നിലവിൽ നടപ്പാക്കി പോരുന്ന ജനാഭിമുഖ കുർബാന തന്നെ തുടരും എന്നായിരുന്നു സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ നിലപാട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ സഭയുടെ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ, ചില വിമത വിഭാഗത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഒരു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റേതെന്ന പേരിൽ ഒരു സർക്കുലർ പ്രചരിക്കുന്നത്. അതായത് ഏകീകരണ കുർബാന അർപ്പിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന പേരിലാണ് വ്യാജ സർക്കുലർ ഉള്ളത്. എല്ലാ പള്ളികളിലും മദ്ബഹ വിധി ഉപയോഗിക്കണമെന്ന് ഈ വ്യാജ സർക്കുലർ പറയുന്നുണ്ട്. അതായത് നേരത്തെ മുതൽ തന്നെ ഈ ഏകീകരണ കുർബാന നടപ്പാക്കുന്നത് ചങ്ങനാശ്ശേരി വിഭാഗത്തിന്റെ ഒരു അജണ്ടയാണ്. ഇതേ തുടർന്നാണ് ഇത്തരം ഒരു നീക്കങ്ങൾ സഭയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമാണ്. അതായത് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പള്ളികളിൽ മദ്ബഹയിൽ വിരി ഉപയോഗിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചില പള്ളികളിൽ നടപ്പാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ വ്യാജ സർക്കുലറിലുള്ളത്. അതായത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് വ്യാജ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഈ സഭ അനുകൂല വിഭാഗം ആരോപിക്കുന്നത്. സഭാന്തത്തിന്റെ നടപടിക്ക് പിന്നിൽ ചങ്ങനാശ്ശേരി വിഭാഗം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഈ സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വ്യാജ ഒപ്പം വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി, അവിടെ ഒപ്പം ഇട്ടിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് എന്ന പേരിലുള്ള സർക്കുലറിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. അതിന് പിന്നിൽ വിമത വിഭാഗം എന്നാണ് സഭാ അനുകൂലികൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഭാ നേതൃത്വം ഉടൻ തന്നെ ഇത് വിശദീകരണം പുറത്തിറക്കും. സഭാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനും ഒരുങ്ങുകയാണ്. ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാർ കയ്യേറ്റങ്ങളിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ വൻ മാഫിയ ഓപ്പറേഷൻ എന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. മൂന്നാറിലെ വ്യാജ പട്ടയങ്ങളിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സ് അന്വേഷണത്തിനും ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. വ്യാജ പട്ടയങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. പോലീസ് എന്ത് അന്വേഷണം നടത്തിയെന്നും കോടതി ചോദിച്ചു. ഹൈറിസ്ക് തട്ടിപ്പ് കേസിൽ നടപടി ഘടിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 32 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി മരവിപ്പിച്ചു. 75 ലക്ഷത്തോളം രൂപ മൂല്യം വരുന്ന പണവും സ്വർണവും കണ്ടുകെട്ടി. രാജ്യവ്യാപക റെയ്ഡിന് പിന്നാലെയാണ് ഇഡി നടപടി. കേസിൽ മുൻപ് ഉടമകളുടെ 212 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പാർട്ടി നടപടിയെടുത്തതെന്ന് CPM-ൽ നിന്ന് പുറത്താക്കിയ പാലാ നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം. പാർട്ടിയുടെ വെറും ബ്രാഞ്ച് അംഗത്തെ വേണോ, രാഷ്ട്രീയ പാർട്ടിയുള്ള ജോസ് കെ മാണിയെ വേണോ എന്ന് CPM-ന് തോന്നിയിട്ടുണ്ടാകും. ഭാവി കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ബിനു പറഞ്ഞു. പാലായിൽ ജോസ് കെ മാണിക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും കേരള കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് നശിപ്പിച്ചു. എന്തായാലും താൻ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ബിനു പുളിക്കക്കണ്ടം ഇന്നും ജോസ് കെ മാണിക്കെതിരെ രംഗത്ത് വന്നത്. CPM കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടാകാം തനിക്കെതിരെ നടപടിയെടുത്തത് എന്നാണ് അദ്ദേഹം ഇന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ജോസിനെതിരായ തന്റെ നിലപാട് തുടരും. അദ്ദേഹം രാജ്യസഭയിലേക്ക് പിൻവാതിലിലൂടെ കയറിയ ആളാണ് എന്ന ഒരു പരാമർശത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു വികാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോടെ പാലായിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു വികാരം എന്നോട് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ കൂടി എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ രാഷ്ട്രീയപരമായ വിരോധം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മിത്രങ്ങൾ പോലും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലുള്ള വൈകല്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തങ്ങൾക്ക് ഇതിൽ ബിനുവിനെ പുറത്താക്കിയത് CPM-ന്റെ ആഭ്യന്തര നടപടിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു രംഗത്ത് വന്നു. കേരള കോൺഗ്രസ് എമ്മിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. CPM-ന്റെ ഭാഗത്തു നിന്നുള്ള നടപടി അത് അവരുടെ സംഘടനാ വിഷയമാണ്. അത് അവർ സംഘടനാ തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കിയ കാര്യമാണ്. അതിന് കേരള കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തന്നെയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാലായിലെ ചില പ്രശ്നങ്ങൾ നമ്മുടെ കൗൺസിലേഴ്സും CPM-ന്റെ 1-2 കൗൺസിലേഴ്സായിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കാലാകാലങ്ങളിൽ പറഞ്ഞ് തീർത്ത് ഒരു കുഴപ്പമില്ലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും എടുത്ത ഒരു തീരുമാനത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു. അതുകൊണ്ട് അത് സംഘടനാപരമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ്, മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുത്തതെന്ന് CPM ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ നേരിട്ട് മീഡിയയോട് പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും ഈ നഗരത്തിലൊന്നാകെ വലിയ പോസ്റ്ററുകൾ ബിനുവിനെ അനുകൂലിച്ചും ജോസ് കെ മാണിക്കെതിരെയും രംഗത്ത് വന്നു. ഇതിൽ പ്രകോപിതരായി കേരള കോൺഗ്രസ് എം പ്രവർത്തകർ ഈ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നു. നഗരത്തിൽ ഒന്നാകെ വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ പലയിടത്തും എടുത്തുമാറ്റി. നഗരസഭാ കവാടത്തിന് മുന്നിൽ വെച്ചിരുന്ന പോസ്റ്റർ ചെയർമാൻ ഷാജി തുരുത്തൻ തന്നെ, കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ ഷാജി തുരുത്തൻ തന്നെ അത് കീറുകയും അത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ബിനു ഒരു പൊതുശല്യക്കാരനെന്ന നിലപാടാണ് ഷാജി തുരുത്തൻ പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ കേരള കോൺഗ്രസിന് എമ്മിനിടയിലും CPM-നിടയിലും ഉണ്ടായൊരു പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടി CPM-നെ സംബന്ധിച്ച് ഈ ബിനുവിനെ പുറത്താക്കിയ നടപടിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബിനു തുടർച്ചയായി ജോസിനെതിരെ രംഗത്ത് വരുന്നതും ഒരു പക്ഷേ UDF ക്യാമ്പിലേക്കോ മറ്റോ കൂടുതൽ അടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനുള്ളിൽ വരുമെന്നിരിക്കെ പാലായിൽ ഇതൊരു തുടർ വിഷയമായി തന്നെ നിൽക്കാൻ തന്നെയാണ് സാധ്യത. സ്വകാര്യ വ്യക്തികളുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുക്കാൻ സ്വകാര്യ കമ്പനിയെ സഹായിച്ചുവെന്ന പരാതിയിൽ CPM ഏരിയ സെക്രട്ടറിക്കെതിരെ കേസ്. മൂവാറ്റുപുഴയിലാണ് സംഭവം. ഏരിയ സെക്രട്ടറി KP രാമേന്ദ്രനെ 4ാം പ്രതിയാക്കിയാണ് മൂവാറ്റുപുഴ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പന്തീരങ്കാവ് കേസിലെ പെൺകുട്ടിയുടെ മൊഴിമാറ്റത്തിൽ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ. മൊഴി മാറ്റാനുള്ള സാഹചര്യം പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവ് പറഞ്ഞു. പെൺകുട്ടിയുമായി മുമ്പ് താൻ സംസാരിച്ചിരുന്നു, കൗൺസിലിംഗ് നൽകിയിരുന്നു. രഹസ്യമൊഴി നൽകിയ ശേഷമാണ് മൊഴി മാറ്റിയത്. കൃത്യമായ അന്വേഷണം വേണം. യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ പെൺകുട്ടിക്ക് മൊഴി നൽകാനുള്ള അന്തരീക്ഷം ഒരുക്കണം. പെൺകുട്ടി എവിടെയെന്ന് കണ്ടെത്തണമെന്നും സതീദേവി ആവശ്യപ്പെട്ടു. ആ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് കുട്ടി മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത് എന്നും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വേണം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അഭിപ്രായമാണ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്തും കുട്ടി യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാവാതെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വനിതാ കമ്മീഷന്റെ കൌൺസിലറോടും കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊഴി മാറ്റി പറയാനിടയായിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? വല്ല സമ്മർദ്ദവും. ഇപ്പോൾ അച്ഛൻ പറയുന്നത്, പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്നത് കുട്ടിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടു ചെന്നാക്കിയതിനു ശേഷം കുട്ടിയെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കുട്ടി മൊഴി മാറ്റി പറയാൻ ഇടയായിട്ടുള്ളത് എന്നും കുട്ടി എവിടെയാണ് എന്നുള്ളതും കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയമാക്കപ്പെടാത്ത ഒരു അന്തരീക്ഷത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന് പറയാനുള്ളത്. +1 അഡ്മിഷൻ കാത്തിരുന്ന വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പനങ്ങാടി പുത്തൻപുരയ്ക്കൽ ജയകേരള റോഡ് സ്വദേശിനി പുതിയൻ്റകത്ത് മുഹമ്മദ് ബഷീർ റാബിയ ദമ്പതികളുടെ മകൾ റുഷ്ദയാണ് മരിച്ചത്. ബെഡ്റൂമിലെ ജനൽ കമ്പിയിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി നിലയിലായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. +1 സീറ്റിനായുള്ള 2 അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്തതിലും ഒപ്പമുള്ള വിദ്യാർത്ഥികൾക്കടക്കം അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചതിനെ തുടർന്നും കുട്ടിക്ക് വിഷമമുണ്ടായി. സംസ്ഥാനത്തിന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടെയുള്ള മഴയുണ്ടാകുമെന്നും നാളെ മുതൽ മഴ ദുർബലമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TK ചാത്തുണ്ണി അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. മോഹൻ ബഗാൻ, ഡെംബോ ഗോവ, FC കൊച്ചിൻ, ചർച്ചിൽ ബ്രദേഴ്സ് അടക്കം പ്രമുഖ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. IM വിജയൻ, ജോപോൾ അഞ്ചേരി, CV പാപ്പച്ചൻ എന്നിവരടക്കമുള്ള വിഖ്യാത താരങ്ങളെ വാർത്തെടുത്തത് ചാത്തുണ്ണിയാണ്. 79-ൽ കേരള സന്തോഷ് ട്രോഫി ടീമിനെയും പരിശീലിപ്പിച്ചു. 2020 ലോകകപ്പിൽ തുടർച്ചയായ 3ാം ജയം തേടി ഇന്ത്യ ഇന്ന് ആതിഥേയ ടീമുകളൊന്നായ USA നേരിടും. ആദ്യ 2 മത്സരങ്ങളിലും USA തോൽവി അറിഞ്ഞിട്ടില്ല. ഇന്ന് ജയിക്കുന്ന ടീം സൂപ്പർ 8ലേക്ക് കടക്കും. ഫോമിലല്ലെങ്കിലും ശിവം ദുബെയെ ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത. സഞ്ജു സാംസണ് പകരം പരിഗണിക്കണമെന്ന നിർദ്ദേശങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും സാധ്യത വിരളമാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയും USAയും മുഖാമുഖമെത്തുന്നത്. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. കുവൈറ്റിലെ മാംഗഫിലിൽ വൻ തീപിടുത്തത്തിൽ മലയാളികളടക്കം 39 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. NDBC ഗ്രൂപ്പിന്റെ പാർപ്പിട സമുച്ചയത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, എന്താണ് സംഭവിച്ചത്?
രഞ്ജിത്ത്, ഇന്ന് രാവിലെ പുലർച്ചെ 4:30 അപകടമുണ്ടായത്. വൻ തീപിടുത്തത്തിൽ 39 പേരാണ് മരിച്ചത്. ഇതിൽ 2 മലയാളികളും ഒരു തമിഴ്നാട് സ്വദേശിയും ഉണ്ടെന്നാണ് സൂചന. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. കെട്ടിടത്തിന്റെ 6 നിലയുള്ള കെട്ടിടത്തിന്റെ ബേസ്മെന്റ് നിലയിലാണ് അപകടമുണ്ടായത്. ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. പിന്നീട് അത് ആളി പടരുകയായിരുന്നു. ഈ തീ ആളി പടർന്നതോടെ രക്ഷപ്പെടാനായി ഫ്ളാറ്റിൽ നിന്നും ചാടിയ ഒരുപാട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും കൂടുതൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൂന്ന് പേര്, തമിഴ്നാട് സ്വദേശിയായ ഒരാളും മറ്റ് മലയാളികളായ 2 പേരും മരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ബേസ്മെന്റ് നിലയിലെ കോമൺ കിച്ചണിലാണ് തീപിടുത്തമുണ്ടായത്. ഇത് സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിലായിരുന്നു എന്നാണ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ. ശരി, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കുവൈറ്റിലാണ് ഈ അപകടം സംഭവിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ കുറ്റക്കാരൻ. 3 ചാർജുകളിൽ കുറ്റക്കാരനാണെന്ന് ഹണ്ടർ എന്ന് ഡെലവറിലെ ഫെഡറൽ കോടതിയിലെ ജൂറി കണ്ടെത്തി. 25 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ശിക്ഷ പിന്നീട് പറയും. പെരുമ്പാവൂർ തൃക്കളത്തൂർ ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൽ മോഷണം. പുലർച്ചെ 12:30 സംഭവം. ഓഫീസിനകത്തിരുന്ന ഒരു മൊബൈൽ ഫോണും 1 കിലോയിൽ കൂടുതൽ തൂക്കം വരുന്ന നാണയത്തുട്ടുകളും മോഷ്ടിച്ചു. മോഷണത്തിനിടെ പട്രോളിംഗിനായി എത്തിയ പോലീസ് ജീപ്പ് കണ്ട് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. മലപ്പുറത്ത് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590, പവന് 52,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5500, പവന് 44,000. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതോടെ പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.